കുർബാന തർക്കം പ്രശ്നപരിഹാരത്തിന് പുതിയ ഉത്തരവുമായി സിറോ മലബാർ സഭ. ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഉത്തരവിന് ഇളവ്. ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകരണ രീതിയിൽ അർപ്പിക്കണം. പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും ഏകീകരണ കുർബാന വേണമെന്നും ഉത്തരവ്. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സഹിൻ, ഈ ഏകീകൃത കുർബാനയ്ക്കെതിരെ വൻതോതിൽ പ്രതിഷേധമായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ഈ ഇളവ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഏകീകൃത കുർബാനയ്ക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ഇളവ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ തീരുമാനങ്ങളൊന്നും അൽമായ മുന്നേറ്റം, അതായത് ഏകീകൃത കുർബാനയെ എതിർക്കുന്ന സംഘം അംഗീകരിച്ചതായി നമ്മൾക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. ഇത് ഒരു സർക്കുലർ മാത്രമാണ്. ആ സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടി പുറത്തിറക്കിയ സർക്കുലറാണ്. ഈ സർക്കുലർ ഇനി അൽമായ മുന്നേറ്റം അംഗീകരിക്കേണ്ടതുണ്ട്. അവർ ഈ സർക്കുലറിൽ പറയുന്നത് ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സർക്കുലർ ആദ്യ ഘട്ടത്തിൽ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇതിൽ പറയുന്നത് ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകരണ രീതിയിൽ അർപ്പിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും ഏകീകരണ കുർബാന വേണമെന്നുള്ള ഒരാവശ്യവും ഈ സർക്കുലറിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുതിയ ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി, അതായത് മുന്നേ പറഞ്ഞിരുന്ന സർക്കുലറിലെ അതേ രീതി തന്നെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിലാണ് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പുതിയ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഏകീകൃത കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് സഭ. പുതിയ ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഉത്തരവിനാണ് ഇപ്പോൾ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകരണ രീതിയിൽ അർപ്പിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി.